ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. അതായത് വളരെ ടോക്സിക് ആയിട്ടുള്ള ചില ബന്ധങ്ങൾ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം. വളരെ വിഷകരമായ ബന്ധങ്ങളായിരിക്കും, വിഷം തുപ്പുന്ന ബന്ധങ്ങൾ. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നത്? അങ്ങനെയുള്ള ബന്ധങ്ങൾ നമ്മുടെ കുടുംബത്തിനകത്തുണ്ടാകാം. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, നമ്മുടെ അയലത്തുകാരായിരിക്കാം, ബന്ധുക്കളായിരിക്കാം. എന്തിന്, ചിലപ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ ഭർത്താവോ ഒക്കെ തന്നെ ഇങ്ങനെയുള്ള രീതികൾ ഉള്ള ആളുകളായിരിക്കാം. എങ്ങനെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. പറയിപ്പറ്റ പന്തിരുകുലത്തെപ്പറ്റി നിങ്ങൾക്കറിയാം. അതിൽ പാക്കനാരെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ വരരുചിയുടെ ഭാര്യയുടെയും ഒക്കെ കഥ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്. നമ്മുടെ ചാനലിൽ അതുണ്ട്. അത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ 12 കുലം ഉണ്ടായത് എന്നൊക്കെയുള്ള വിശദമായ ഒരു കോവയ്ക്കയുടെ കഥയാണ്. ആ കഥയ്ക്കകത്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കോവയ്ക്കായ്ക്ക് എന്ത് പ്രാധാന്യമാണ് ഉള്ളത് എന്നുള്ള ഒരു കഥ. കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് നോക്കിയാൽ മതി. ആ കഥ അതിനകത്തുണ്ട്. അങ്ങനെ ഈ പാക്കനാരും പാക്കനാരുടെ ഭാര്യയും കൂടി ഒരു വഴി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചാനൽ സ്ഥിരമായി കേൾക്കുന്ന ആളുകളാണെങ്കിൽ ഈ കഥ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നും കൂടെ കേട്ടുകൊള്ളുക. ഇങ്ങനെ ഒരു വഴി നടന്നു പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് വളരെ വീതി കുറഞ്ഞ ഒരു വഴിയാണ്. പഴയ കാലമാണ്. ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾ കൊടികുത്തി വാണിരുന്ന കാലത്താണ്. ആ സമയത്ത് ജാതി വ്യവസ്ഥിതി വലിയ കൂടുതലുള്ള സമയമായിരുന്നു. ഈ ജാതി വ്യവസ്ഥിതി ഇത്രയും കൂടി നിന്ന സമയമായതുകൊണ്ട് തന്നെ ഈ ബ്രാഹ്മണർ നടന്നു വരുന്ന സമയത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് നേരെ യാത്ര ചെയ്യുന്നതിനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ ഈ പാക്കനാർ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, മാറി നിൽക്കൂ, തമ്പ്രാൻ വരുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ തമ്പ്രാൻ കാണാതെ ഒഴിഞ്ഞു മാറി നിന്നു. അപ്പോൾ തമ്പ്രാൻ ഇങ്ങനെ കടന്നുപോയി. ആ സമയത്ത് പാക്കനാരുടെ ഭാര്യ പാക്കനാരോട് പറയുകയാണ്, എന്തിനാണ് ഇയാളെയൊക്കെ കാണുമ്പം നമ്മൾ മാറി നിൽക്കുന്നത്? സ്വന്തം മകളെ ഭാര്യയായി വെച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് എന്ന് ഭാര്യ പാക്കനാരോട് പറയുകയാണ്. ആ സമയത്ത് പാക്കനാർ തലയിൽ കൈവച്ചിട്ട് പറയുകയാണ്, അവസാനം ഒരട്ടയും കൂടെ ഉണ്ടായിരുന്നു, ആ അട്ട നിനക്കും കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭാര്യ പാക്കനാരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഏതട്ടയുടെ കാര്യമാണ് പറയുന്നതെന്ന്. അപ്പോൾ പാക്കനാർ ആ കഥ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്താണ് ആ കഥ? ഈ ബ്രാഹ്മണൻ്റെ ഭാര്യ ഒരിക്കൽ വീട്ടിൽ ചോറൊക്കെ വെച്ചിട്ട് ആ ചോറ് വിളമ്പാനായിട്ട് പാത്രം തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരട്ട വീണ് കിടക്കുന്നു. ഈ വിവരം ഈ അന്തർജനം തൻ്റെ ഭർത്താവിനോട് വന്ന് പറയുന്നു. അപ്പോൾ ബ്രാഹ്മണൻ പറയുകയാണ്, കുറേ അരിയിട്ട് വെച്ചതല്ലേ, ഒരു കലം നിറച്ച് ചോറുണ്ട്, അതെങ്ങനെ അട്ട വീണു എന്ന് പറഞ്ഞ് കളയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ആ അട്ടയെ എടുത്ത് മാറ്റിയിട്ട് ആ ചോറ് അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാർക്കൊക്കെ കൊടുത്തുകൊള്ളുക. നമുക്ക് 2 പേർക്കുമുള്ളത് പ്രത്യേകം വേറെ വെക്കാം. അതായത് വീട്ടിലുള്ള ആളുകൾക്ക്, അയാളുമുണ്ട്, അയാളുടെ മകളുമുണ്ട്, ഭാര്യയുമുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ അവർക്കുള്ള ആഹാരം വേറെ ഉണ്ടാക്കാം. അട്ട വീണ ചോറ് അട്ടയെടുത്ത് കളഞ്ഞിട്ട് പുറത്ത് നിൽക്കുന്ന പാവപ്പെട്ട ജോലിക്കാർക്ക് കൊടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. ഭാര്യ പാവം, ഭർത്താവ് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് അട്ടയെടുത്ത് കളഞ്ഞിട്ട് ഈ ചോറ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ ബ്രാഹ്മണൻ രാത്രിയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത്
ഈ ബ്രാഹ്മണൻ്റെ സ്വപ്നത്തിലേക്ക് ഒരാൾ വരികയാണ്. ആരാണ് വരുന്നത്? ചിത്രഗുപ്തൻ. അപ്പം ചിത്രഗുപ്തൻ്റെ വലിയ ഭക്തനാണ് ഈ ബ്രാഹ്മണൻ. അപ്പം ഇത് നമ്മൾ പറയും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവിടെ കാലൻ്റെ കണക്ക് പുസ്തകത്തിൽ എഴുതി വെക്കും. ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അത് പണ്ട് മുതലേ നമ്മളെ ഇങ്ങനെ പറഞ്ഞ് ശീലിപ്പിച്ചിരിക്കുന്നത് നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, ഇത് പെട്ടെന്ന് തന്നെ അവിടെ എഴുതും. അപ്പോൾ എഴുതുന്നത് ആരാണ്? കാലൻ്റെ ക്ലർക്ക്. കാലൻ്റെ ക്ലർക്ക് ആരാണ്? ചിത്രഗുപ്തൻ. അപ്പോൾ ചിത്രഗുപ്തനാണ് ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത്. ഈ ബ്രാഹ്മണൻ ചിത്രഗുപ്തൻ്റെ വലിയ ഭക്തനാണ്. എന്നും ചിത്രഗുപ്തനെ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ അന്നും ചിത്രഗുപ്തനെ പ്രാർത്ഥിച്ചിട്ട് കിടന്നപ്പോൾ രാത്രിയിൽ സ്വപ്നത്തിൽ ചിത്രഗുപ്തൻ വരികയാണ്. എന്നിട്ട് പറയുകയാണ്, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തത്? നീ എൻ്റെ ഭക്തനാണ്, അതുകൊണ്ടാണ് നിന്നോട് വന്ന് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ഒരട്ടയെ എടുത്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ചോറ് ബാക്കിയുള്ള ആളുകൾക്കെല്ലാവർക്കും, നിൻ്റെ ജോലിക്കാർക്കെല്ലാവർക്കും കൊടുത്തതുകൊണ്ട് അവിടെ 1000 അട്ടയെ നിനക്ക് തിന്നാനായിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. താങ്കൾ മരിച്ചു വന്നു കഴിയുമ്പം അവിടെ വെച്ച് ഈ 1000 അട്ടയും തിന്നണം എന്ന് പറയുകയാണ്. ആര്? ചിത്രഗുപ്തൻ. സ്വപ്നത്തിലാണ്. ഉടനെ ഈ ബ്രാഹ്മണൻ പേടിച്ചു. ബ്രാഹ്മണൻ എന്നിട്ട് അറിയാതെ പറ്റിപ്പോയതാണ്, എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചിത്രഗുപ്തൻ പറഞ്ഞു കൊടുക്കുന്നു, ഒരു പരിഹാരമുണ്ട്. നിന്നെപ്പറ്റി, നീ ചെയ്യാത്ത ഒരു കാര്യം, നിന്നെപ്പറ്റി അപവാദം മറ്റുള്ളവർ പറയുകയാണെങ്കിൽ നിന്നിലിപ്പോൾ വന്നു ചേർന്നിരിക്കുന്ന ആ പാപം അവർക്കായി വീതിച്ചു പോകും. അപ്പോൾ ആ 1000 അട്ട അവർക്കായി വീതിച്ചു പൊക്കോളും. അതുകൊണ്ട് 1000 പേര് നിന്നെപ്പറ്റി കുറ്റം പറയുന്ന ഒരു അവസ്ഥ അതുണ്ടായാൽ അങ്ങനെ സംഭവിക്കും. പക്ഷേ വെറുതെ കുറ്റമാകരുത്, നീ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തു എന്ന് ആളുകൾ പറഞ്ഞുകൊണ്ട് നടക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ അതിനെന്താണ് മാർഗമെന്ന് ഇയാൾ ആലോചിക്കുകയാണ്. ചിത്രഗുപ്തൻ സ്വപ്നത്തിൽ നിന്നൊക്കെ പോയി പിറ്റേ ദിവസം ഇയാൾ ഇരുന്നിങ്ങനെ ആലോചിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണൻ അട്ടയെ മാറ്റിയിട്ട് കൊടുത്തോളാൻ ആ ഒരു ആവേശത്തിൽ പറഞ്ഞു പോയതാണ്. പക്ഷേ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മളായാലും അങ്ങനെ തന്നെയാണ്. ചില ആവേശത്തിൽ നമ്മൾ പല കാര്യങ്ങളും പറയും ചെയ്യും. കുറച്ച് കഴിയുമ്പം നമ്മളൊരു നല്ല മനുഷ്യരാണെങ്കിൽ കുറ്റബോധം എന്നുള്ളത് ഉണ്ടാകും. അങ്ങനെ ഒരു കുറ്റബോധത്തിൽ നിന്നും ഉണ്ടായ ഒരു സ്വപ്നം ആയിരിക്കാം ഈ ചിത്രഗുപ്തൻ വന്നത്. ഇനി ചിത്രഗുപ്തൻ യഥാർത്ഥത്തിൽ വന്നോ എന്നുള്ളത് എനിക്കത്ര നിശ്ചയമില്ല. എന്തായാലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇയാളിരുന്ന് ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നു. അതായത് ഇയാൾക്ക് പ്രായപൂർത്തിയായ ഒരു മകളുണ്ട്. പിറ്റേ ദിവസം മുതൽ തൻ്റെ ചില കാര്യങ്ങളൊക്കെ മകളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് തുടങ്ങി. അതായത് മകളോട് പറയും, ചോറ് വിളമ്പിക്കൊണ്ട് തരിക, അതല്ലെങ്കിൽ ഒന്ന് തോർത്തെടുത്തോടെ തരിക, ഇങ്ങനെയൊക്കെയുള്ള ചില ജോലികളൊക്കെ മകളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് തുടങ്ങി. സാധാരണ ഇതൊക്കെ ഭാര്യയെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ മകളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരൊക്കെ ഇയാളെന്താ മകളെ കൂടി ഭാര്യയായി വെച്ചുകൊണ്ടിരിക്കുകയാണോ, ഈ രീതിയിലുള്ള ഒരു സംസാരം അവിടെ ഉണ്ടായി. നാട്ടുകാരാണ് വേണ്ടതും വേണ്ടാത്തതുമൊക്കെ പൊടുപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു. അകത്തുനിന്നും പറഞ്ഞതല്ല പുറത്തേക്ക് വന്നപ്പം, പുറത്തുനിന്നും പറഞ്ഞതല്ല നാട്ടിലേക്ക് ഇറങ്ങിയപ്പം. ഇങ്ങനെ പലതരത്തിലുള്ള കഥകൾ ഈ നമ്പൂതിരിയെപ്പറ്റിയും അയാളുടെ മകളെപ്പറ്റിയും നാട്ടിൽ പാട്ടായി. യഥാർത്ഥത്തിൽ നമ്പൂതിരി സ്വന്തം മകളെ അങ്ങനെ കാണുന്നില്ല, പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നുന്നു. അങ്ങനെ വേണ്ടതും വേണ്ടാത്തതുമൊക്കെയുള്ള വർത്തമാനങ്ങൾ വന്ന്, അനാവശ്യമായ ചർച്ചകൾ വന്ന് അവസാനം എന്താണ് സംഭവിച്ചത്? ഈ മലങ്കൂന പോലെ ഉണ്ടായിരുന്ന അട്ട ഈ മനുഷ്യർക്കായി വീതിച്ച് പോവുകയാണ്. അങ്ങനെ അവസാനത്തെ അട്ട ആര് കഴിക്കേണ്ടി വന്നു? പാക്കനാരുടെ ഭാര്യ കഴിക്കേണ്ടി വന്നു. അതോടുകൂടി അയാളുടെ ദോഷം മാറി എന്നാണ് പാക്കനാർ പറയുന്നത്. ഇതൊരു നെഗറ്റിവിറ്റിയാണ്.
ടോക്സിക്കാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ, നാട്ടുകാർ, ഇവർക്കൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ സംസാരിക്കാനുള്ളത് ഏത് വിഷയത്തെ പറ്റിയിട്ടായിരിക്കും? മറ്റുള്ളവരുടെ കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും. നിങ്ങൾക്കും അത് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷം തോന്നാറുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളുടെ മറ്റൊരു സുഹൃത്തിൻ്റെ ഒരു കാര്യം അല്പം മോശത്തോടു കൂടി, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ദോഷം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒന്ന് പെരുപ്പിച്ച് നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ അതിലൊരു മാനസികമായ ആനന്ദം അവർ ഉൾക്കൊള്ളുന്നുണ്ട്, അവർ കാണുന്നുണ്ട്, അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളെപ്പറ്റിയും അവർ ഈ രീതിയിൽ പറയും എന്ന് നിങ്ങൾ ആ നിമിഷം ആലോചിക്കുക. അങ്ങനെ ഒരു ടോക്സിക് ആയിട്ടുള്ള ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ബന്ധം അവിടെ വെച്ച് ഉപേക്ഷിക്കുക. ചിലർ നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ പോകുമ്പോഴും എപ്പോഴും ഒരു നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലർ നിങ്ങളുടെ തെറ്റുകൾ ചെറിയ ചെറിയ തെറ്റുകളാണെങ്കിൽ പോലും അതിനെ പർവ്വതീകരിച്ച് കണ്ടുകൊണ്ട് മറ്റുള്ളവരോട് അതിനെപ്പറ്റി വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാനായിട്ട് സാധിക്കും. ചിലർ നിങ്ങൾ മറന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വിഷമത്തെ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് അത് ഓർമ്മിപ്പിച്ച് ഒരു ആനന്ദം കണ്ടെത്തുന്നതായി നിങ്ങൾക്ക് തോന്നും. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക, ഒഴിവാക്കുക. കാണുമ്പം ചിരിക്കുക, പക്ഷേ കൂടുതൽ ചങ്ങാത്തത്തിന് പോകാതിരിക്കുക. ഇനി അങ്ങനെയൊരു ബന്ധം, അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, എന്ത് ചെയ്യാൻ പറ്റും? അവരെ നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുമോ? ഇല്ല. ഈ കാര്യം ഒരിക്കൽ സദ്ഗുരുവിനോട് ഒരാൾ ചോദിച്ചു. അപ്പോൾ സദ്ഗുരു പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. അതായത്, നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവാണ് അങ്ങനെ ഒരാൾ എങ്കിൽ അവർ നിങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ അവരെന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് ഇങ്ങനെ കേൾക്കണം. പക്ഷേ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കരുത്. അതിങ്ങനെ കേട്ടുപോവുക. അതല്ലാതെ ആരോ എന്തോ ചെലയ്ക്കുന്നു എന്ന മട്ടിലല്ലാതെ അതിനെ ചോദ്യം ചെയ്യാനോ അതിനെപ്പറ്റി പ്രതികരിക്കാനോ പോകരുത്. നിങ്ങളെക്കൊണ്ട് സാധിക്കുമെങ്കിൽ തിരുത്തുക. ഒരു തരത്തിലും അവരെ നമുക്ക് തിരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അവഗണിക്കുക. അവരുടെ ഇത്തരത്തിലുള്ള വാക്കുകളെ അവഗണിക്കുക, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതിരിക്കുക. ഇനി അവർ നിങ്ങളെ ദേഹോപദ്രവം കൂടി ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോവുക. ഇതാണ് സദ്ഗുരു ഒരിക്കൽ പറഞ്ഞത്. വളരെ മനോഹരമായ ഒരു കാര്യമാണ്. കാരണം ഈ ടോക്സിക് റിലേഷൻസ് നമ്മുടെ ജീവിതത്തിൽ വലിയ ദോഷങ്ങൾ ഉണ്ടാക്കും. നമ്മൾ മറ്റൊരാളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ എത്ര നാമം ജപിച്ചിട്ടും ഒരു കാര്യവുമില്ല. അവരുടെ ശരീരം മുഴുവനും വിഷമാണ്, അവരുടെ മനസ്സും വിഷമാണ്. ചില ആളുകൾ ക്ഷേത്രത്തിൽ നാമം ജപിക്കാനായിട്ട്, ലളിതാ സഹസ്രനാമം ജപിക്കാനായിട്ട് പോകും. ഒരു കൂട്ടായ്മയായിരിക്കും. ഈ പോകുന്ന വഴിയൊക്കെ ആ കൂട്ടത്തിലുള്ള ആളുകളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കും പോകുന്നത്. അവിടെ ചെന്നിരുന്നും സമയം കിട്ടുമ്പം പരസ്പരം കുറ്റം പറയും. അതല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലെ ഒരു വിശേഷം, ഒരു കുറ്റം ആ പോകുന്ന വഴിക്ക് പറയും. നിങ്ങൾ അവിടെ പോയി നാമം ജപിച്ചത് കൊണ്ട് എന്തു പ്രയോജനം? മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവർക്ക് കുറ്റങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഇല്ലാതായിക്കോട്ടെ, നിങ്ങൾക്കത് സംസാരിക്കുവാനുള്ള യാതൊരു യോഗ്യതയുമില്ല. നിങ്ങൾ നിങ്ങളെപ്പറ്റി ചിന്തിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ കുറ്റങ്ങളുണ്ട് എന്ന് ചിന്തിക്കുക. ആ കുറ്റങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കാം എന്നതിനെപ്പറ്റി മാത്രം ആലോചിക്കുക.
ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് വരുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം ഒഴിവാക്കുക. മറ്റൊരുത്തൻ്റെ വീഴ്ചയിൽ ദുഃഖിക്കാതിരിക്കുക. നമ്മുടെ വീട്ടിൽ ഒരു നേരം പോലും മനസമാധാനം കാണില്ല എങ്കിലും അപ്പുറത്തെ വീട്ടിൽ വല്ലപ്പോഴും ഒരിക്കൽ ഒരടിയുണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ അതെത്തി നോക്കിയിട്ട് അത് മനസ്സിന് ഒരാനന്ദമായി കണ്ടുകൊണ്ട് 10 പേരോട് പറയുമ്പം നമുക്കുണ്ടാകുന്ന ഒരു ആനന്ദം, ആ ആനന്ദമാണ് നിങ്ങളെ ഒരിക്കലും രക്ഷപ്പെടുത്തുവാൻ അനുവദിക്കാത്തത്. അതുകൊണ്ടാണ് പലപ്പോഴും വർഷങ്ങളായി ഞാൻ നാമം ജപിക്കുന്നു, ഏകാദശി വ്രതം എടുക്കുന്നു, പക്ഷേ എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് നമുക്ക് തോന്നുന്നത്. മറ്റൊരുത്തൻ്റെ കുടുംബത്തിലേക്ക് അനാവശ്യമായി നോക്കാതിരിക്കുക. അങ്ങനെ നോക്കിയിട്ട് ആരെങ്കിലും വന്ന് നമ്മളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ചെവി കൊടുക്കാതിരിക്കുക. അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് അത്രയും നേരം നമ്മൾ നാമം ജപിച്ച നമ്മുടെ ആ നാവ് കൊണ്ട് മറ്റുള്ളവനെ പറ്റി വേണ്ടതും വേണ്ടാത്തതും പറഞ്ഞ് ആ പുണ്യം കൂടി ഇല്ലാതാക്കാതിരിക്കുക. അതുകൊണ്ട് ടോക്സിക് റിലേഷൻസ് ഒഴിവാക്കുക. ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അങ്ങനെയുള്ള ആളുകളിൽ നിന്നും അകലം പാലിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ കഥ നിങ്ങളെപ്പോഴും ഓർക്കണം. മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുമ്പോൾ അട്ടയുണ്ട് എന്നാലോചിക്കുക. ആ ആലോചന നമ്മളെ നല്ല മനുഷ്യരാക്കി തീർക്കും. ഹരേ കൃഷ്ണ.